പറഞ്ഞോളി. ഗൈസ് എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്ത് നിസ്കരിച്ചേ ഗൈസ്? അപ്പൊ ഇന്ന് നമ്മളെ കൂട്ടത്തില് ഇൻട്രോ പറയാൻ അനിയനില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമ്മ എന്താണ് എത്താത്തല്ല, ഇന്ന് ഓന്റെ എന്താണ് ഇന്ന് രാത്രി 12-ാം തീയതി 13-ാം തീയതി ഓന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങള് നേരത്തെ വന്ന് ഞാൻ നേരെ ഷോപ്പിൽ നിന്ന് നേരത്തെ വന്ന് ഓന്റെ ബർത്ത്ഡേക്കുള്ള പൊട്ടിക്കാനുള്ള 2 സാധനങ്ങളുണ്ട്. പിന്നെ എന്തല്ല ഉമ്മ, കേക്ക് ഉണ്ട്, അത് രണ്ടുള്ളൂ കേട്ടോ. പിന്നെ ഉമ്മാന്റെ ബർത്ത്ഡേക്ക് അന്ന് ഇതാക്കിയ ആ പതിയുണ്ട്. അപ്പൊ ഓൻ വരുമ്പോ ഒന്നും നമ്മളാരും അറിയരുത്, അനങ്ങാതെ നിക്ക. അനങ്ങാതല്ല, സാധാരണ നമ്മളെന്താ ചെയ്യല്, സാധാ പോലെ ഓനവിടെ പോയി അവിടെ കടന്നിറങ്ങും. ഞാൻ പിന്നെ ഓൻ കാണാതെ അവിടെ എവിടെയെങ്കിലും ക്യാമറ വെക്കും. കറക്റ്റ് 12 മണി കഴിയുമ്പോ ഞാൻ വന്ന് പൊട്ടിക്കും. പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റത്ത് പോയിട്ടോ കേക്ക് മുറിച്ച് അവിടുന്ന് മറ്റേ പൊട്ടിച്ചേ എന്തിനും കേട്ടാ മലി ഇമ്മച്ചിന്റെ കയ്യിൽ ഞാൻ പൊട്ടിച്ചാൻ തരും. അപ്പൊ ഉമ്മ പൊട്ടിച്ചാൽ മതി. മമ്മക്ക് പൊട്ടിച്ചാൻ വയ്ക്കുവോ? മമ്മക്ക് പൊട്ടിച്ചാൻ വയ്ക്കൂല. പിന്നെ ആദ്യം ഇത് പൊട്ടിച്ചേണ്ടി എങ്ങനെയാ പഠിച്ചണം. അങ്ങനെയല്ല, ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചു നോക്ക്. ഇത് ബർത്ത്ഡേക്ക് പൊട്ടിച്ചാല, അല്ലാതെ ഇതല്ല. അതിന്റെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? അങ്ങനെയല്ല മമ്മി, ഈ സ്റ്റിക്കർ ഒന്ന് പറിച്ചെടുത്താ. ആ ടോർച്ച് ഒഴിവാക്ക്. സ്റ്റിക്കർ അപ്പളേ ഇത് കാണുള്ളൂ. അങ്ങനെയാണോ? എന്തത് കാട്ടി? ഇവിടെ അവിടെ പറിച്ചത് അതാണ് ഇതിന്റെ മെയിൻ സാധനം. ഇത് പറിച്ചാ, ഇത് നല്ലോണം പറിച്ചിട്ടാ. എന്നിട്ട് പൊട്ടുവോ? പൊട്ടൊന്നുമില്ല, ഇതാണ് പറിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഇങ്ങോട്ട് തിരിച്ചാലൊന്നും കാണിക്കണില്ലേ? അതൊക്കെ ഇവിടെ കണ്ടോ ചിഹ്നം? ഗൈസ്, ഇനി നമ്മൾ ഓനെ വെയിറ്റ് ചെയ്യാണ്. ഓൻ വരാൻ കുറച്ച് ടൈം ആവും തോന്നുന്നു. കാരണം ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഓൻ ഇവിടെ എത്തല്. അപ്പം നമ്മൾ ഇനി ഓൻ വരുന്നവരെ കാത്ത് നിൽക്കാം. ഗൈസ്, ഇവൻ പെരയിലെത്തിയാണ്, പക്ഷെ ഓൻ അങ്ങൊന്നും ഒതുങ്ങി നിൽക്കണില്ല. ആയിക്കോട്ടെ തിരിഞ്ഞെടുക്കാം. ക്യാമറ ഒന്ന് വെക്കാനാണെങ്കിൽ ഹലോ മോനെ, സമയം എത്രയായി? ഞാൻ പറയില്ല. ഓ അത് ശരി, വലിയ ഗമയിൽ. വേറെ ടൈപ്പാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പൊ ഉമ്മാക്കും വല്യമ്മക്കും വീണ്ടും പണിയായി. വല്യമ്മ എവിടെയാണ്? ഇമ്മമ്മ എവിടെയാണ്? വല്യമ്മ അതിൽ വന്നിട്ടില്ല ഗൈസ്. ബാ ഗായ്സ്, നമ്മളങ്ങനെ ഫൈനലി കേക്ക് മുറിക്കുകയാണ്. കല്ലൊന്നല്ലടാ, ഇതിന്റെ പവറും കൊണ്ടേ കേക്ക് നോക്കട്ടെ. കേക്ക് ഏതാണ് എനിക്കറിയാൻ പാടില്ല. ഒരു കേക്കാണ് വാങ്ങി ഗായ്സ്. ഒന്നും നോക്കിയില്ല, 900 റുപ്യ കേക്ക്. ഞാൻ വാങ്ങിയ കേക്ക് ഇങ്ങനല്ലല്ലോ. ജെല്ലടിയല്ലോ. ഇമ്മ കൊട്ടി പിടിച്ചിക്കണേ. അത് ഞാൻ ബൈക്കുമ്പോ പോണപ്പോ കയ്യിൽ നിന്ന് പാടിയിരുന്നു. ഇതെങ്ങനെ ഉണ്ടാവും സാധനം? ചേട്ടാ ജെല്ലടിപൊളി. എന്താ അമ്മമാന്റെ അഭിപ്രായം? ഇവിടെ നോക്കി ക്യാമറക്ക് നോക്കിട്ട് വളരെ നല്ല അഭിപ്രായം. ഹാപ്പി ബർത്ത്ഡേ അനു. ഓക്കെ, അനു കേക്ക് മുറിക്കില്ല. ആയിട്ടില്ല. എടാ മറ്റേ ഇതിന്റെ പവർഫുൾ ജോക്കർ ഇതെന്താണിമാ? എന്താണ് ഈ ഇല്ല, ഇതിന് വലിയ പവറൊന്നുമില്ല. ഇത് സെറ്റാണ്. സാധാ സോപ്പും പതിയാണ് മമ്മ. നോക്ക് സാധാ സോപ്പും പതിയാണ്. മമ്മ ഞാൻ പറയുമ്പോ ഇത് പവറാണ്.
2 ദിവസം കുളിച്ചണ്ട മമ്മ, 2 ദിവസം നമ്മ കുളിച്ചണ്ട. ഞാൻ ഒന്നിനുമില്ല. മമ്മ പോയി ഗൈസ്. ഇവിടെ വാ, ഇതാക്കണൊന്നും ഇവിടെ വാ, കേക്ക് തിന്നാൻ വാ, കേക്ക് തിന്നാൻ വാ, ഇതാക്കണൊന്ന് വാ വാ വാ, കേക്ക് തിന്നാൻ വാ. ഇതാക്കൂല വാ, ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വാ വാ, അവിടെ വിളിച്ചിരിക്കാൻ. കേക്ക് മുഖം ഒന്നും ആക്കിയില്ല ഗൈസ്. ചൂട് കഴിഞ്ഞാൽ എങ്ങനെ മമ്മ കേക്ക് തിന്നാൻ പറ്റുക? ആ തുടങ്ങിക്കോളി. അപ്പൊ ഗൈസ് ബർത്ത്ഡേ ആണ്, അപ്പൊ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ മമ്മ. മമ്മ ഹാപ്പി ബർത്ത്ഡേ അടി മമ്മ, ഒന്ന് ഹാപ്പി ബർത്ത്ഡേ ആണ്. ഇവിടെ ഇവിടെ നോക്കിട്ട് ഹാപ്പി ബർത്ത്ഡേ. ആ അമ്മ ഒന്ന് പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ നോക്കിട്ട് ക്യാമറ. ഹാപ്പി ബർത്ത്ഡേ. ആ നോക്കട്ടെ സാധനം എങ്ങനെ ഉണ്ടാവും. ഞാൻ മുപ്പിനോട് നല്ല സാധനം നോക്കി വാങ്ങാൻ പറഞ്ഞത്. രസം ഉണ്ടോ ഇല്ല അറിയില്ല. എന്തോ നെറ്റ്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു മുപ്പര. നെറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ഒന്നാമത് പെല്ല്. എന്നാ ഈ കജ്ജേരി കൊടുക്കണം. ഇവന്റെ തൊള്ളി കൊടുക്കാറുണ്ട്. ഓരോ തൊള്ളി കൊണ്ട് നിഞ്ചൊള്ളി കൊണ്ട് മാക്കും മമ്മാക്ക് രാത്രി 12 മണിക്കാണ് ഈ തിന്നണേ. ഇതിന്റെ പേരെന്താ? കേക്കിന്റെ പേരൊന്നും ഞാൻ നോക്കില്ല. പാത്രം എടുക്കട്ടെ. നമ്മള് ഇനി ഈ കേക്കൊന്നും തിന്നട്ടെ. അതിന്റെ ഒരു വേറെ സംഭവം പറഞ്ഞിട്ട്, വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സാധനം. അപ്പൊ ഗൈസ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓന്റെ കുട്ടി ഓനക്കൊരു ഗിഫ്റ്റ് കൊടുത്ത് വെച്ചിക്കണേ. അപ്പൊ ആ ഗിഫ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് അപ്പൊ ഗിഫ്റ്റ് എന്താന്ന് നോക്കട്ടെ ഗൈസ്. ഞാൻ പൊട്ടി കണ്ടിട്ടില്ല, നോക്കാം. ഒരു കത്തി തന്നാ വേഗം പൊട്ടിച്ചോളൂ, അല്ലെങ്കിൽ പൊട്ടൂല. ഇപ്പോഴൊന്നും ഞാൻ പൊട്ടിച്ചേരാം. പൊട്ടില്ലേ നമ്മൾ പാർസൽ പൊട്ടിക്കാൻ പോകുകയാണ്. ഒരു കത്തി എടുക്കുമ്പോ ഇത് എന്തുകൊണ്ടാണ് ഈ ചുറ്റി കൊടുത്തേച്ചത്? ഓളല്ലടാ. കണ്ടില്ലേ ഗൈസ് എന്തൊക്കെ കാണാനും. ഞാൻ ഒരു മൂലൊക്കെ തിന്നാല് തുടങ്ങി, നേരത്തെ തിന്നല് തുടങ്ങി. ഗൈസ് കത്തി കിട്ടിയിരിക്കുന്നു. നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നു. പൂച്ചാക്ക് തിന്ന് പിന്നെ നമ്മൾ കുട്ടികളല്ലടാ ആയിട്ടില്ല. ഇതൊന്ന് കയ്യട്ടെ. അതിന്റെ അടിയിൽ കൂടെ പൂച്ചാക്ക് അത്ര എഴുതുന്ന പൂച്ച കൊടുക്കണ്ട കേട്ടോ. അതിന്റെ പകുതി വെച്ചാൽ മതി കേട്ടോ. ഞങ്ങൾ തിന്നിട്ട് മതി. ഗൈസ് അങ്ങനെ നമ്മൾ സംഭവം ഓപ്പൺ ആക്കി സെറ്റ് ആക്കാൻ നോക്കണം. ഷൂ ഫുൾ കാലി ബോക്സിലോ. ഇതെന്താ? യെസ്, ഏത് ഡ്രസ്സൊക്കെ ഷർട്ട് എടുത്താ. അപ്പൊ എനിക്കൊരു ഷർട്ടായി. അതിന് കിട്ടൂല കേട്ടോ. ഏതാ സൈസൊക്കെ? ക്ലോത്തൊക്കെ ഏതാണ് സംഭവം? മീഡിയം. എന്തൊക്കെയുള്ളത്? മുട്ടായി. അപ്പൊ ഇതും എനിക്ക്. ഇതെന്താ സ്പ്രേയോ? ഇതെന്താണ്? അത്തർ ഗൈസ്, അത്തർ. അടുത്തത് പൂക്കൾ. പിന്നെ കുറച്ച് പൂക്കള്, പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അവിടുന്ന് കുറച്ച് തെർമാക്കോള്. ഗൈസ് അപ്പൊ ഗൈസ് അതൊക്കെയാണ് സംഭവങ്ങള്. ഗൈസ് നമ്മളെ കുട്ടി നമുക്ക് കൊടുത്തുവെച്ച റോഷാപ്പൂക്കൾ. എന്താ കുട്ടീന്റെ പവറല്ലേ. നോട്ടെ, ഷർട്ട് ഒന്നിട്ടോ അവിടെ. ഗൈസ് നമ്മൾ ലൈവ് ഷർട്ട് ഇടാൻ വേണ്ടി പോകുകയാണ്. ചെറിയിലാക്കണം അത്. ആ കളറ് പ്രശ്നമില്ല. കളറ് ഒരു ഷർട്ടില്ലാന്ന് പറഞ്ഞ് നിക്കാണ് കേട്ടോ. ഇത് കൊടുത്തയച്ചോണ്ട് താങ്ക്സ്, വളരെ അധികം നന്ദിയുണ്ട്. കാരണം ഇന്നിപ്പോ എനിക്ക് ഷർട്ടായി.
മീഡിയ ആയാലും കറക്റ്റ് ആണല്ലോ. സംഭവം നൈസാണല്ലോ. നൈസ് ക്ലോത്തിലായി. എടാ മോയന്താ അങ്ങനല്ല. പാളിയോ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലേ. ഇത് മീഡിയം. എനിക്ക് കട്ട് ചെയ്യേണ്ടി വരുമോ? അപ്പൊ ജോനോള് ഞാൻ കൊണ്ടത്ര വലിപ്പമില്ല. ഏതാ കളറൊക്കെ? ഞാൻ ഈ കളറൊന്നും ഇതിനായിട്ട് കണ്ടിട്ടില്ല. റേറ്റ് കളർ ഗൈസ്. അതെ ഗൈസ്, ഗൈസ് കല്യാണ ചെക്കനായി. കേക്കിന്റെ കളറ്. ഗൈസ് കല്യാണ ചെക്കനായി. ഇനിയിപ്പൊ ഇതൊക്കെ ഏത് പാൻറ് ഇടാൻ ഞാൻ അതപ്പൊ ഞാൻ സെറ്റ് എങ്ങനെയുണ്ട് സംഭവം സെറ്റായി. അപ്പൊ അനക്ക് സന്തോഷായില്ലേ? നീ ഇജ്ജ് പറയണ്ട വീഡിയോ എടുത്തില്ലാന്ന്. ഇതാണ് എന്റെ വീഡിയോ. ഓക്കെ എടി മോളെ ഒരു സൗകര്യം തരണ്ടേ? അത് എപ്പ എത്തും? എന്നലെത്തും? എന്തൊക്കെയാണ്? വിളിച്ചു പറയുന്നേ. ഇത് ഇന്നലെ ആയിക്കണം. എവിടെ നിന്നിട്ട് ചിനി പട്ടിന്റെ അടിയിൽ വെച്ചു. പട്ടിലടിയിലോ? ഏണ്ടമ്മ താങ്ക്സ് എ ലോട്ട്. കേക്കാണ്ട് ഞാൻ വേഗം തിന്നാം. ഇത് കഴിച്ചിട്ടാണോ നമുക്ക് ഈ മുട്ടായി തിന്നാം. ചോറില്ല, അത് ഇതും കഴിക്കാം. നമ്മ വേഗം തിന്നായി. അടുത്ത പരിപാടി ഉണ്ട്. അപ്പൊ ഞമ്മളും ജനിച്ചിരിക്കുകയാണ് ജനുവരി 13 എനിക്ക് 3:30 ഫൈനലി ഐ എം 22 ഏജ്. 22 വയസ്സായിരിക്കുന്നു ഗൈസ് എനിക്ക്. മോനത്തെ നാൾ പറഞ്ഞ കുറച്ച് പേവുണ്ട്. ഓനെ പകലും പറ്റിക്കണ്, അന്ന രാത്രിയും പറ്റിക്കണെന്നാണ്. അന്ന രാത്രി ഓനെ പകലാ പറ്റുന്നു. അന്ന രാവിലെ ആയിരിക്കും. എന്താ പറയാ, വെളിച്ചം തട്ടിയപ്പോ കൊറച്ചാണ്ട് ഇരുണ്ടു. പിന്നെ വെളിച്ചം തട്ടാതി കൊണ്ട് കുറച്ചുണ്ട് വെളുത്തു. അതപ്പോ ഉണ്ടാവില്ല. സൂര്യ ഉദിച്ചിട്ട് മാത്രമാണ് എന്നെ കൊണ്ടുവച്ചു തോന്നുന്നത്. സിസ്റ്റർമാരറിയാം. ഏതായാലും കഴിഞ്ഞില്ല. ഇനി ഫുട്ബോളത്തെ കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് നോക്കുമ്പോ ഞാൻ പോകാൻ നേരത്തെ ഏതായാലും ഒരു ആൺകുട്ടിനെ പറ്റുമത്. ആൺകുട്ടിനൊക്കെ നേരം വെളുക്കോളം പെൺകുട്ടികളാണ് ഞാൻ പറ്റി. അവനെ പെട്ടുപോയി. അന്ന് പെട്ടത് പെൺകുട്ടികളാണ് അവിടെ. അവനോട് പറയണേ നിലമ്പൂരിനായിട്ട് തന്നെ നിലമ്പൂരിന് അന്ന മൈസൂരിന്ന്. അപ്പൊ പിന്നെ എന്താളി ഇവിടെ തന്നെ. അപ്പൊ ഗൈസ് നമ്മള് മലയാളീസാണ് കേട്ടോ. ഞാൻ വർത്താനം തന്നെ പോയി. ഞാൻ മൈസൂര് കണ്ടിട്ടല്ല. ഞാൻ മൈസൂര് കണ്ടിക്കണോ? ആ മാസമില്ല അപ്പൊ ഒന്ന് കൊണ്ടുപോയി 4 ദിവസം നിന്നോട് പോകുന്നോ കൊണ്ട്. അനുവിനെ 90 എത്തുന്നതിന് തന്നെ അവിടെ ടിപ്പു സുൽത്താന്റെ കോട്ടയൊക്കെ പോയി കണ്ടാണോ? ഒന്നും കൊണ്ട് പോയിക്കോ. ഇനിയും കൊണ്ടോ? മോണ്ടനെ പിന്നെ 90 ദിവസം കഴിഞ്ഞ് ഉണ്ടായില്ലേ ഇവനെ ഓനെ? പിന്നെ അന്ന് തന്നെ കൊണ്ടുവന്ന ടിപ്പു സുൽത്താന്റെ കോട്ടനായിട്ട് കമ്പയർ ചെയ്യുന്ന സ്ഥലമാണ് തേക്ക് മ്യൂസിയം കേട്ടോ. നമ്മ അറിയാം. പിന്നെ എത്ര സ്ഥലങ്ങള് പണ്ടത്തെ ആയുധങ്ങളൊക്കെ ഉണ്ട്. നമ്മക്ക് മാത്രമാണ് ഈ തേക്ക് മ്യൂസിയം വലിയ സംഭവം അല്ലാത്തത്. പക്ഷെ എങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പോയി നോക്ക്. അവിടുന്ന് എറണാകുളത്തുനിന്ന് ബാക്കിയുള്ള എല്ലാ കണ്ട ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് ഒരു വഴിയില്ല. നമുക്കൊന്ന് പോകണ്ടേ? ഒരു ദിവസം പോവാം. അവിടെ പന്തുള്ളത് ഏതേലും ഒന്ന് പറയടാ. നമുക്ക് മൈസൂർക്ക് ഒരു ദിവസം പോയാലോ? ഞാനില്ല, നിങ്ങൾ എന്താ
കെട്ടിയണം തപ്പിയൊക്കെ ഇപ്പൊ കൊട്ടി വിട്ടും ചെന്നു എങ്ങാനും മൂപ്പര് ഉണ്ടേലോ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് തല്ലുള്ള കിട്ടാൻ കണ്ടാട്ടോ ഉമ്മാക്കൊരു സർപ്രൈസ് ആവൂലേ എനിക്കൊരു സർപ്രൈസും വേണ്ട ഇമ്മ വരും എന്താ ഫിറ്റില് വേണ്ടാന്ന് സർപ്രൈസ് സർപ്രൈസും വേണ്ട ചോദിച്ചാലും കൂടി അറിയില്ല ഓരോ ഉൽപ്പം എന്താണെന്ന് അറിയില്ല. തപ്പി കണ്ടുപിടിച്ചു അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു നീളം വെച്ചു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കെട്ടിയനെ കണ്ടുപിടിച്ചു ചോദിച്ചു അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മമ്മ കണ്ടാലേ നമുക്ക് അറിയാനല്ല. അപ്പൊ അമ്മ എന്ത് നോക്കിയിടാ കെട്ടി അന്ന് പറഞ്ഞുതരോ ഉത്ഭവം ചോദിച്ചാവേ ഒരു കോപ്പേ ഒരു സ്ഥലത്തിന്റെ ഉമ്മ മുണ്ടാ നിന്നാണ് വെറുതെ ഇങ്ങനെ വെറുപ്പിച്ചാൻ വേണ്ടിട്ട് ഉമ്മ പറയും ഉമ്മ പറയും ഇച്ച കേക്കണ്ട ഉമ്മമാര് കൊറേ നാളില്ലപ്പോ ചർച്ച ചെയ്തോളി ഇച്ച കേൾക്കാൻ വേണ്ട മൂപ്പ് അയാളെ കാര്യം പൊസസീവ്നെസ് പ്രോസസീവ് ഒന്നുമില്ല ട്രൂ ഇസ് ഇറ്റ് ആ ട്രൂ തന്നെയാണ് അത് ചോറല്ലേ മതിന്നോ ഒരാൾ തരുമ്പോ മതിന്ന് പറഞ്ഞാണ്ട് പെണ്ണ് കെട്ടിയാ പോരാ പെണ്ണുങ്ങളെയും കുട്ടികളെയും നോക്കാല ചങ്കൂറ്റം വേണം എന്നിട്ട് കെട്ടണം എന്നെ പോലെ തന്നെ ഓന് ചങ്കൂറ്റം ഇല്ലാന്ന് പറഞ്ഞോണ്ടല്ലേ നിങ്ങളെയും കൊണ്ട് ഞാൻ വേഗം ജീവനും കൊണ്ട് പോന്ന് മനുഷ്യനെ തല്ല ഇന്നൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ 2 കൊടുത്തിട്ട് പോന്നീന് അന്നതിനില്ല തലല്ല അന്നതിനില്ല ബുദ്ധി ഇല്ല ഇപ്പറ്റുണ്ടല്ലേ ബുദ്ധിയോ ബുദ്ധിയൊക്കെ ഉണ്ട് ഇഷ്ടമായി പറഞ്ഞോ മറ്റാ ഞാൻ ഒരു ഉത്സവം വെച്ചിട്ട് ഒരു ആന ഉണ്ടാക്കി കണ്ടിട്ടോ എനിക്ക് ഉറപ്പാണ് അത് ഉമ്മക്ക് കാണിച്ചോട്ടെ ഉമ്മ വിശ്വസിച്ചു ആന ഓടിന്റെ മുകളിൽ കൂടെ വണ്ടി പോവാ ചാടുന്നത് അത് ഞാൻ കാണിച്ചു കൊടുത്തു അത് വിശ്വസിച്ച് എനിക്ക് വിശ്വാസമായിട്ടില്ല പിന്നെ ഓടെന്താ സ്പോഞ്ചല്ലേ സ്പോഞ്ച് ആന ഓടുമ്പോ കാണുമ്പോ പിന്നെ എന്താണ് ഓടിങ്ങനെ ഞെളുങ്ങ പഞ്ഞിമക്കിയാടിയ മാതിരി എന്നിട്ട് അതാണ് ഇന്നത്തെ കുടുംബശ്രീത്തെ ചർച്ച പോടാ 4 ആനല്ലേ പൊട്ടിയെന്നല്ലേ ഇനിയിപ്പോ ഇത് ക്ലീൻ ആക്കണം കുച്ച് ഇത് നാളെ രാവിലെ ക്ലീൻ ആക്കി പോരെ കുച്ച് ഉമ്മ നാളെ രാവിലെ ക്ലീൻ ആക്കി പോരെ ഉറക്കം വരുന്നുണ്ട് രാവിലെ നിങ്ങൾ 8:30 നേരിച്ച നിങ്ങളോ അവിടെ ക്ലീൻ ആയി അവിടെ കടന്നുറങ്ങാനല്ല ആ ഓളെ ഈ സ്പോഞ്ചിൽ കടന്നുറങ്ങുമ്പോൾ അതിന്റെ ഒരു വൈബ് ഉണ്ടാവുള്ളൂ ബർത്ത്ഡേ അല്ലേ ബർത്ത്ഡേ ആവുമ്പോ അതിന്റെ ഇതിൽ കടന്നുറങ്ങണം അന്തല്ല ഇപ്പൊ മെയിനായിട്ട് മറന്നു ഹാപ്പി ബർത്ത്ഡേ ടു മീ മാറാലുമേ നിക്കണ് അവിടെ ഉണ്ട് മിനിറ്റ് നേരം കൊണ്ട് ഈറ്റങ്ങള് മാറാലെ കിട്ടുകയാണ് അപ്പൊ ഗൈസ് ഇന്ന് അനുവിന്റെ ബർത്ത്ഡേന് അപ്പൊ ഞങ്ങൾ അത് ആഘോഷിച്ചു അപ്പൊ എല്ലാരും ഈ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ് താങ്ക്സ് ഫോർ യുവർ വിഷസ് ഹാപ്പി ബർത്ത്ഡേ Guys. ഹാപ്പി ന്യൂ ഇയർ അപ്പൊ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ് ഓക്കെ ബൈ